കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരാകുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനത്തിൻ്റെ പുതിയൊരു അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം. കർത്താവ് ജീവിതത്തിൽ തന്ന നല്ല സാവകാശം, നല്ല അവസരം, നല്ല സമയം, ഇവയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനത്തിൻ്റെ അനുഭവങ്ങളെ പുതിയ ഒരു ആത്മതലത്തിൽ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, വിശദീകരണം നമുക്ക് പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കാം. കാരണം കർത്താവിനോട് എന്തു തന്നെ അപേക്ഷിക്കാനുമുള്ള അനുവാദം എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ, ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ, ഒട്ടും സംശയിക്കാതെ കർത്താവിൻ്റെ ആ പാദപീഠത്തിലേക്ക് നമുക്ക് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും സന്തോഷത്തോടും താല്പര്യത്തോടും കൂടെ അടുത്ത് ചെല്ലാം. ഒരിക്കൽ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ഇമ്പമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൈബിൾ മുഴുവനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിൽ ചില വാക്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു പ്രത്യേക താല്പര്യം ആ വചനത്തോട് തോന്നും. അതെന്താ അങ്ങനെ പ്രത്യേക താല്പര്യം തോന്നാൻ? കാരണം ആ വാക്യത്തിനകത്ത് കർത്താവ് മറച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ തന്നെയാണ് കാരണം. ആ വാക്യത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്ന ഒരു ഭയങ്കരമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തന്നെയാണ് ആ വാക്യത്തെ കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം. ആ വാക്യത്തിനകത്ത് വ്യാപിക്കുന്ന ഒരു ഭയങ്കര ജീവനുണ്ട്. ആ ജീവൻ തന്നെയാണ് ആ വചനത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനുള്ള കാരണം. 12-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. 14-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും, വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സമാനതകളുള്ള ഒരു വാക്യം അല്ലേ? മുകളിൽ വായിച്ചത് തന്നെയല്ലേ ഞാൻ താഴെ വായിച്ചത്? 12-ൽ വായിച്ചത് തന്നെയല്ലേ ഞാൻ 13-ൽ വായിച്ചത്? അത് തന്നെയല്ലേ 14-ൽ പറഞ്ഞേക്കുന്നതെന്നൊക്കെ നമുക്ക് താദാത്മ്യം തോന്നുന്ന ഒരു തിരുവെഴുത്ത്. ആരുടെ വാക്കുകളാണ്? യേശുവിൻ്റെ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണ്? യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. മറ്റാരുടെ വാക്കുകളെക്കാളും യേശുവിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. മറ്റാരുടെ ഉപമകളെക്കാളും യേശുവിൻ്റെ ഉപമകൾക്ക് അർത്ഥം കൂടുതലാണ്. മറ്റാരുടെ എഴുത്തുകളെക്കാളും യേശുവിൻ്റെ എഴുത്തുകൾക്ക് ജീവൻ കൂടുതലാണ്. എഴുത്തുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാചകങ്ങൾ തന്നെയാണ്, വാക്കുകൾ തന്നെയാണ്. യേശു പറഞ്ഞത് യോഹന്നാൻ എഴുതി, പൗലോസ് പറഞ്ഞത് പൗലോസ് തന്നെ എഴുതി. ക്ലിയർ? യേശു പറഞ്ഞത് യോഹന്നാൻ എഴുതി, മത്തായി എഴുതി, മർക്കോസ് എഴുതി. എന്നാൽ പൗലോസ് പറഞ്ഞത് പൗലോസ് എഴുതി. ഞാനതാ ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ വാക്കിന് ജീവൻ കൂടുതലാണ്. യേശുവിൻ്റെ സമീപനങ്ങൾക്ക് ആഴം കൂടുതലാണ്. മീൻസ് യേശു ഒരിടം അപ്രോച്ച് ചെയ്താൽ, കർത്താവ് ഒരു സ്ഥലം വിസിറ്റ് ചെയ്താൽ, യേശു ഒരു വ്യക്തിയെ സമീപിച്ചാൽ എൻറ്റയർലി
ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിരിക്കും. ഒന്നുകിൽ ഭൂതം ഇളകും, അല്ലെങ്കിൽ മനുഷ്യൻ ഇളകും. ആരും ഇളകിയില്ലെങ്കിലും ആരെയാണോ സമീപിച്ച് അവനെങ്കിലും ഇളകും. ഇളകണമെങ്കിൽ ഇളകാനുള്ള സംഭവം അവിടെ ഉള്ളത് കൊണ്ടാണ്. ചേഞ്ച് ആകണമെങ്കിൽ ചേഞ്ച് ആകാനുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ഇപ്പോൾ സ്റ്റിൽ ഇറ്റ് ഈസ് ദേർ. അതുകൊണ്ട് ആ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. പോകണമെന്നുണ്ടെങ്കിൽ പോകാനുള്ള ചിലത് അവിടെ ഉള്ളത് കൊണ്ടാണ്. യേശു തുടക്കത്തിൽ പറഞ്ഞത്, യോഹന്നാൻ എഴുതിയതാ. യേശു 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആമേൻ ആമേൻ മീൻസ് അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അതുതന്നെ, അങ്ങനെ തന്നെ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ബൈബിൾ മുഴുവനും എന്നോടുള്ള ദൂതുകളാണ്. വിശുദ്ധ തിരുവെഴുത്ത് മുഴുവനും വിശ്വാസികൾക്കുള്ള വാഗ്ദത്തങ്ങളും ആലോചനകളും ബുദ്ധിയും ഉപദേശവും ശാസനകളുമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അർത്ഥം, താഴോട്ട് യേശു പറയാൻ പോകുന്നത് മുഴുവൻ എന്നോടും താങ്കളോടുമുള്ള ദൈവിക അരുളപ്പാടുകളാണ്. അർത്ഥം, താഴേക്ക് വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ മുഴുവനും വിശദീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ അർത്ഥത്തെ നുറുക്കി വെക്കുവാൻ പോകുന്ന വാക്യങ്ങളും വാചകങ്ങളും മുഴുവനും താങ്കളോടും എന്നോടുമുള്ള സ്വർഗത്തിന്റെ ആലോചനകളാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ. യേശു, വിശുദ്ധ ബൈബിൾ, അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ ഒക്കെ ചെയ്തതായും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായും അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളായും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ആമേൻ ആമേൻ തന്നെയാണ്. അല്ലയോ? ഞാൻ തിരിച്ചു പറഞ്ഞതാ. യേശു ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വാക്യത്തെ ഞാനൊന്ന് തിരിച്ചിടുകയാണ്. ഈ തിരുവെഴുത്തിനകത്ത് എന്നോട് പറഞ്ഞത് മുഴുവനും, അല്ലെങ്കിൽ ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എനിക്ക് ആമേൻ ആമേൻ തന്നെയാണ്. അർത്ഥം, അവരിൽ ആർക്കെങ്കിലും ഒരു ദൈവിക എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. അവരുടെ ആരുടെയെങ്കിലും പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. അവരുടെ പ്രാർത്ഥന എൻ്റെ ദൈവം മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ അപേക്ഷ എൻ്റെ ദൈവം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. ഇന്ന് വിശ്വസിക്കുന്ന താങ്കൾ ഈ ദൂതിനോടൊന്ന് പ്രതികരിച്ചാൽ, ഈ ദൈവിക ആലോചനയോടൊന്ന് പ്രതികരിച്ചാൽ, ഈ ദൈവ ശബ്ദത്തോടൊന്ന് പ്രതികരിച്ചാൽ, എൻ്റെ പ്രാർത്ഥന എന്തേ, എൻ്റെ അപേക്ഷ എന്തേ, എൻ്റെ ഉപവാസം എന്തേ, ദൈവം കാണാത്തേ, ദൈവം കേൾക്കാത്തേ, ദൈവം മറുപടി അയക്കാത്തേ, അവസ്ഥകൾക്ക് വ്യത്യാസം വരാത്തേ എന്ന ചോദ്യത്തെ താങ്കൾ തന്നെ വെട്ടിക്കളഞ്ഞിട്ട് താങ്കളും പറയും, അവരുടെ അപേക്ഷ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. അവരുടെ വാക്കുകൾക്ക് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. അവരുടെ കുടിലുകൾക്കകത്ത് ദൈവം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും ആമേൻ. Jesus, power of the God. Come on. എനിക്ക് ആത്മാവിൽ വ്യക്തമായി വിവേചിക്കാനും തിരിച്ചറിയാനും അനുഭവിക്കാനും കഴിയുന്നു. ഈ ആലോചനകൾക്കകത്ത് തീ കത്തുന്നുണ്ട്. ഈ ദൈവ ശബ്ദങ്ങൾക്കകത്ത് തീ കത്തുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ആശീർവാദം പറയുന്നതിന് മുൻപേയുള്ള പ്രാർത്ഥനകളിലല്ല. ഇന്ന് വിശ്വസിക്കുന്നവന്റെ പ്രാർത്ഥന മുറിക്കകത്ത്, വിശ്വസിക്കുന്നവന്റെ ലിവിംഗ് റൂമിനകത്ത്, വിശ്വസിക്കുന്നവന്റെ റൂമിനകത്ത്, വിശ്വസിക്കുന്നവന്റെ കാറിനകത്ത് പോലും ഈ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ഈ സാന്നിധ്യം അതിനകത്ത് കത്തിയാൽ ഒരു വാക്യം ഞാൻ ആമേൻ ചേർത്ത് പറയുകയാണ്, ക്ലൈമറ്റ് ചേഞ്ച് ആകും. അവിടെ നിന്ന് ചേഞ്ച് ആകേണ്ട ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആകും. അവിടെ നിന്ന് വിട്ടുപോകേണ്ടതുണ്ടെങ്കിൽ വിട്ടുപോകും. അവിടെ ഇളകേണ്ടതുണ്ടെങ്കിൽ ഇളകും. അവിടെ രൂപാന്തരം സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ സംഭവിക്കും. Come on.
ഒന്ന് വായികൾ തുറന്ന് സ്തുതിച്ചു തുടങ്ങിയേ. യേശു എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, യേശു എവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, യേശു എവിടെയൊക്കെ ഉദ്ദേശത്തോടെ പോയിട്ടുണ്ടോ, അവന്റെ പ്രവർത്തികൾ ഒന്നും തന്നെ നിഷ്ഫലമായില്ല എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഇന്ന് ആത്മാവാരോടൊക്കെയോ പറയുന്നു, ഇന്ന് വരെ നിഷ്ഫലമായി പോയ നിന്റെ പ്രവർത്തികൾക്കകത്ത് പരാജയം വിതച്ച സാത്താന്റെ സകല അജണ്ടയും സ്വർഗം ഈ സമയം ക്യാൻസൽ ചെയ്യട്ടെ. സ്വർഗം ക്യാൻസൽ ചെയ്യും. നിന്റെ പ്രവൃത്തികൾ മുഴുവനും പരാജയപ്പെടുത്തുന്ന, സ്വപ്നങ്ങൾ മുഴുവനും തകിടം മറിക്കുന്ന, എല്ലാ ചിന്തകളെയും ഉടച്ചു കളയുന്ന, എല്ലാ പ്ലാനിങ്സും തകർത്ത് കളയുന്ന എല്ലാ സൈറ്റാനിക് അജണ്ട ഇന്ന് ദൈവം ക്യാൻസൽ ചെയ്യും. Oh Jesus, Edure Yedvashude Yahweh Zidudare Yeshuve Aradhyane Yeshuve ആരാധ്യനേ. ഒന്ന് പ്രതികരിച്ചേ. എനിക്കൊരു ആരാധ്യ പുരുഷനുണ്ടെന്ന് തിരിച്ചറിയട്ടെ ദുരാത്മലോകം. ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയട്ടെ ദുരാത്മാവ്. നിന്റെ പ്ലാനിങ്സിനെ മുഴുവൻ തകിടം മറിക്കുന്ന, പ്രാർത്ഥനയെ പോലെ അട്ടിമറിക്കുന്ന, എല്ലാ സ്വപ്നങ്ങളെയും തകർക്കുന്ന, പ്രതീക്ഷകളെ വികൃതമാക്കുന്ന ആ സൈറ്റാനിക് അജണ്ട ദൈവം ക്യാൻസൽ ചെയ്യും. ഒന്ന് വായി തുറന്ന് സ്തുതിച്ചേ. ശത്രു അറിയട്ടെ നിനക്കൊരാരാധ്യ പുരുഷനുണ്ടെന്ന്, നിനക്ക് അപേക്ഷിക്കാൻ ഒരിടം ഉണ്ടെന്ന് അറിയട്ടെ, നിനക്ക് നിലവിളിച്ചാൽ കേൾക്കുന്നൊരപ്പനുണ്ടെന്ന് അറിയട്ടെ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന് അറിയട്ടെ. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒഴുകുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അറിയട്ടെ നിന്റെ പ്രവൃത്തി പരാജയപ്പെട്ടു എന്നല്ല അറിയണ്ടേ, വിശ്വാസം കുറഞ്ഞു പോയി എന്നല്ല അറിയണ്ടേ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല അതല്ല അറിയണ്ടേ, ഇനി മെസ്സേജ് കാണുന്നില്ല അതുമല്ല അറിയണ്ടേ. നിനക്ക് ഒരാരാധ്യ പുരുഷനുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്, നിനക്ക് ചെന്നെത്താൻ ഒരു ഇടമുണ്ട്, നിനക്ക് പ്രത്യാശിക്കാൻ ഒരു ഇടമുണ്ട്, നിനക്ക് ബന്ധമുള്ളൊരു സ്വർഗമുണ്ടെന്ന് സാത്താൻ അറിയട്ടെ. വാഗ്ദത്തത്തിന്റെ പരിധിയില്ലാത്ത ശക്തിയെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. ഒന്നുകൂടെ നേരെ പറഞ്ഞാൽ പരിധിയില്ലാത്ത ശക്തിയുടെ വാഗ്ദത്തത്തെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ. പരിധിയില്ലാത്ത ശക്തിയാണ് സുഹൃത്തെ, സഹോദരി, പരിധിയില്ലാത്ത ശക്തിയാണ് സഹോദര, പരിധിയില്ലാത്ത ശക്തിയാണ് അമ്മമാരെ. പരിധിയില്ലാത്ത ശക്തിയെക്കുറിച്ചാണ് വായിച്ചത്. endless power, unlimited power. ഞാൻ ഒന്നുകൂടെ കേട്ടി പറയട്ടെ. അൺകൗണ്ടബിൾ പവർ. വചനം എന്താ പറഞ്ഞേ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ തിരുവെഴുത്തിനകത്തുള്ളത് മുഴുവൻ ഇത് താങ്കളോടുള്ള ദൂത. ഇതാരോ എവിടെയോ ഇരുന്ന് എഴുതി എപ്പോഴോ ഗുഹയ്ക്കകത്തൊന്നും പാറക്കെട്ടിന്റെ ഇടയിൽ നിന്നും കിട്ടി. ആ തോട്ടൊക്കെ കളയണം. അങ്ങനെ അല്ലെന്നല്ല കേട്ടോ പാസ്റ്റർ പറയുന്നേ, അങ്ങനെ അല്ലെന്നൊന്നും അല്ല, അങ്ങനെയൊക്കെ തന്നെ കിട്ടിയേ. അത് എന്തിന് പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് കിട്ടി? അതെന്തിന് ഗുഹകൾക്കകത്തുനിന്ന് കിട്ടി? എന്തുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ചിതലെടുത്തു പോയില്ല? എന്തുകൊണ്ട് ആ പേപ്പറുകൾ മണ്ണോട് മണ്ണ് ചേർന്ന് പോയില്ല? ഏത് ചിതല് വിചാരിച്ചാലും എന്നോട് ദൈവത്തിന് അറിയിക്കാനുള്ള ശബ്ദത്തെ തിന്നുകളയാൻ കഴിയാത്തത് കൊണ്ട്. ഓ ജീസസ്, ഏത് ചിതല് വിചാരിച്ചാലും ശ്രദ്ധിച്ചേ, ഏത് ചിതല് വിചാരിച്ചാലും
അവിടത്തേക്ക് എന്നോട് സംസാരിക്കാനുള്ള ശബ്ദങ്ങളെ തിന്നുകളയാൻ കഴിയാത്തത് കൊണ്ട്, എടുത്തു കളയാൻ കഴിയാത്തത് കൊണ്ട്, തകർത്തു കളയാൻ കഴിയാത്തത് കൊണ്ട്, തടഞ്ഞു കളയാൻ കഴിയാത്തത് കൊണ്ട് അതെന്റെ കയ്യിലേക്ക് എത്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലിരുന്ന എന്റെ അരികിലേക്ക് ഈ തിരുവെഴുത്തെത്തി? അത് ഏതൊക്കെ ചിതലുകൾ തടയാൻ പലവട്ടം വിചാരിച്ചിട്ടും തിന്നുകളയാൻ കഴിയാത്തത് കൊണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ഇതിലേക്ക് തിരിയുന്നില്ല എന്ന് കരുതിയിട്ടും എന്നോട് എന്നതുപോലെ വന്നെന്റെ കർണപടങ്ങളിലേക്ക് അടിച്ച ദൈവശബ്ദത്തെ തടയാൻ ആത്മലോകത്തിലെ ഒരു ദുഷ്ടനും കഴിയാത്തത് കൊണ്ട്, ഒരു പാറക്കെട്ടുകൾക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ചിതലുകൾക്കും കഴിയാത്തത് കൊണ്ട്, ഒരു ഗുഹകൾക്കകത്തിരിക്കുന്ന ദുഷ്ടക്രൂര മൃഗങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട്, അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന ഒരശുദ്ധാത്മാക്കൾക്കും കഴിയാത്തത് കൊണ്ട് പലവട്ടം ഞാൻ നിരസിച്ചെറിഞ്ഞിട്ടും എന്റെ അരികിലേക്ക് എന്റെ പേരെഴുതി വെച്ച എന്റെ സുവിശേഷം, എന്റെ ദൈവത്തിന്റെ സുവിശേഷം എന്റെ അടുത്തേക്ക് വന്നത് അതാർക്കും തടയാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിൽ, ആ സുവിശേഷത്താൽ ഞാൻ ഇന്ന് ജീവിക്കുന്നെങ്കിൽ, ആ ദൈവശക്തിയിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു എങ്കിൽ, ഞാൻ അതിനെ അറിയുന്നു എങ്കിൽ, മാന്യ സുഹൃത്തേ, താങ്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ വാഗ്ദത്തങ്ങളാകട്ടെ, താങ്കളോടുള്ള ആലോചനകളാകട്ടെ, താങ്കളോടുള്ള ദൈവശബ്ദങ്ങളാകട്ടെ, തിന്നു കളവാനും തക്കവണ്ണം ആരോഗ്യമുള്ള ചിതലുകൾ ഇന്നും രൂപപ്പെട്ടിട്ടില്ല. തിന്നു കളവാനും തടഞ്ഞു കളവാനും എടുത്തു മാറ്റാനും തടഞ്ഞു വയ്ക്കാനും നിരസിക്കാനും കഴിവുള്ള ഒരു ദുരാത്മാവും ഇന്നും എഴുന്നേറ്റിട്ടില്ല. അർത്ഥാൽ താങ്കൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതേ ഇന്ന് താങ്കളുടെ ലൈഫിലുള്ളൂ. താങ്കൾക്ക് ജയിക്കാൻ കഴിയുന്നതേ ഇന്ന് താങ്കളുടെ ലൈഫിലുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ എന്താ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നേ? നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം പരീക്ഷ നിങ്ങൾ നേരിടത്തില്ല, നേരിട്ടിട്ടുമില്ല, നേരിടാൻ പോകുന്നുമില്ല. തിരുവെഴുത്ത് എന്താ നമ്മോട് ഇന്ന് പറയുന്നേ? ഇത് ഇന്നത്തെ ദൂത. ഞാൻ ഈ ദൂത ഏറ്റെടുത്തോണ്ടിരിക്കുക. നിങ്ങളോ? അറിയത്തില്ല. ഞാൻ ഏറ്റെടുത്തോണ്ടിരിക്കുക. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനൊരു ദൂത് പറയട്ടെ. മോളെ, ദൈവം പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ, ഞാനും താങ്കളും പറയുന്നത് ദൈവം കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇല്ലയോ? വചനം അങ്ങനെ പറയുന്നില്ലേ? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയും. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തിൽ ആരും സംസാരിക്കാനില്ലാതിരുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ ആരും കേൾക്കാനില്ലാതിരുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ ആരും പിടിച്ചു ചേർക്കാനില്ലാതിരുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ ആരും സ്നേഹിക്കാനില്ലാതിരുന്ന ഒരു വ്യക്തി. സ്നേഹം എന്ന് ഉദ്ദേശിച്ചത് റിയൽ സ്നേഹമാണ് കേട്ടോ, അല്ലാതെ വല്ലതും കിട്ടാനുള്ള സ്നേഹം, എന്തെങ്കിലും നേടാനുള്ള സ്നേഹം, ആ സ്നേഹമല്ല. ഞാൻ യേശുവിന്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നതാണ്. ഈ ലോകത്തിൽ ആരും വളർത്താനില്ലാതിരുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ ആരും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തൊരു വ്യക്തി ദേണ്ടടാ എന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി എന്നോട് ആമേൻ, ആമേൻ, എന്നോട് എന്ന് പറഞ്ഞ് പറയാനും വേണ്ടി ഈ ലോകത്ത് ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആരെയും കണ്ടിട്ടില്ല. താങ്കളും മറിച്ചാകാൻ സാധ്യതയില്ല. ഒരുപാട് പേര് കാണും, ഒരുപാട് പേര് താങ്കൾക്ക് കാണും, എന്നാനാണെങ്കിൽ എനിക്കും ഉണ്ട്. പക്ഷേ ഇങ്ങനെ പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിന്നോട് പറയുന്നു, മീൻസ് എന്നോട് സംസാരിക്കാൻ ഒരാളുണ്ടെന്നുള്ളതൊരു ഭയങ്കര അനുഗ്രഹം അല്ലേ? ഇല്ലേ? സംസാരിക്കാനില്ലാത്തതിന്റെ പേരിൽ പോയി കുടുക്കിൽ വീണിട്ടുള്ളവർ ഇതിനകത്തുണ്ട്. സംസാരിക്കാനില്ലാത്തതിന്റെ പേരിൽ, കേൾക്കാനില്ലാത്തതിന്റെ പേരിൽ, മനസ്സിലാക്കാനില്ലാത്തതിന്റെ പേരിൽ കുടുക്കിൽ വീണ ആൾക്കാർ ഇതിനകത്തുണ്ട്. വരുന്ന എല്ലാരെയും വിശ്വസിച്ചു പോകും നമ്മൾ, ഇല്ലയോ? വരുന്ന എല്ലാരും സ്നേഹം കൊണ്ടാ, കേൾക്കുന്ന എല്ലാരും എന്നോട് അയ്യോഭാവം തോന്നിയിട്ടാ, സഹതാപം തോന്നിയിട്ടാ, നമ്മളൊക്കെ അങ്ങനെ വീണുപോവും. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുമ്പോ അവിടെ പിന്നെ അത് വേറെ ആർക്കും ഇല്ല.
ഈ തിരുവെഴുത്ത് ഞാൻ വായിച്ച എനിക്കാ, സുഹൃത്തെ താങ്കൾ വായിച്ച താങ്കൾക്കാ. അവിടെ പാർഷ്യാലിറ്റി ഇല്ല. പാർഷ്യാലിറ്റി ഇല്ലാത്ത സ്നേഹം കർത്താവിൻ്റെതാ. പാർഷ്യാലിറ്റി ഇല്ലാത്ത സ്നേഹം കർത്താവിൻ്റെതാ. ഒരാളോട് കൂടുതൽ സ്നേഹം, ഒരാളോട് അല്പക്കുറവ്. ഒരാളുടെ ഇൻകം, അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് കൂടുതൽ സ്നേഹം. അവൻ ഒരു ചിക്കന്റെ പീസ് കൂടുതൽ, കാരണം അവന്റെ ഏണിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. മറ്റേ ആളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ വല്ലതും കിട്ടിയാ കിട്ടി, അതുകൊണ്ട് അവനൊരു ചിക്കന്റെ പീസ് കുറവ്. പാർഷ്യാലിറ്റി. ഡ്രസ് എടുക്കുമ്പോ ഒരാൾക്ക് ഡ്രസ് ഉണ്ട്, മറ്റേ ആൾക്ക് നിനക്ക് അടുത്ത പ്രാവശ്യം ആട്ടെ. പാർഷ്യാലിറ്റി. ചോറിടുമ്പോ, പുറത്തു പോകുമ്പോ, ഗിഫ്റ്റ് മേടിക്കുമ്പോ, എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ആഘോഷിക്കുമ്പോ പാർഷ്യാലിറ്റി. പാർഷ്യാലിറ്റി. ഞാൻ ഈ പറയുന്നത് പ്രവചനങ്ങളാണ്. താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, നിരാശകൾ, താങ്കൾ അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ. പാർഷ്യാലിറ്റി. ഞാൻ ഈ തിരുവെഴുത്ത് വായിച്ചാൽ എന്റെ ഭാര്യയ്ക്കുള്ളത് കുറഞ്ഞു പോകുന്നില്ല. അവൾ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം തുറക്കുമ്പോ, ഐ ആം സോറി രേഷ്മ, പകുതി മിസ്റ്റർ ദീപു കൃഷ്ണയ്ക്ക് ഞാൻ കൊടുത്തുപോയി എന്ന് പറഞ്ഞ ലേഖന സുവിശേഷം അല്ല അവൾ വായിക്കുന്നേ. അവൾ തുറക്കുമ്പോൾ അവളോടും എന്റെ കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. മോളെ, നീ തുറക്കുമ്പോ നിന്നോടും ദൈവം പറയുന്നു. ഞാൻ തുറക്കുമ്പോ എന്നോടും ദൈവം പറയുന്നു. ബ്രദറെ, നീ തുറക്കുമ്പോ നിന്നോടും ദൈവം പറയുന്നു. ഈ ലോകത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് എൻ്റെ അപ്പനാണ്. ഞാൻ വിശ്വസിക്കുന്ന യേശുവാ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു. പറയാനൊരു ദൈവം ഉണ്ടെന്നേ, കേൾക്കാൻ തയ്യാറാണോ? പറയാനൊരു ദൈവം ഉണ്ടെന്നേ, കേൾക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ശബ്ദം ശരിക്ക് കേൾക്കാത്തതാണ് പലരും പോയി തെറ്റുകളിൽ വീഴുന്നേ. അവിടുത്തെ ശബ്ദം ശരിക്ക് ആസ്വദിക്കാത്തതാണ് പലരും പല സ്നേഹങ്ങൾക്കകത്ത് പോയി കുടുങ്ങിപ്പോണേ. പിന്നീട് കയ്യും കാലും ഇട്ടടിച്ചിട്ട് നിലവെള്ളം ചവിട്ടിയിട്ടൊന്നും കാര്യമില്ല. ശരിക്ക് സ്നേഹിക്കുന്നത് ആരാന്നറിയണം, അത് ദൈവമാ. ചിലരൊക്കെ ചോദിക്കും, അന്തരീക്ഷത്തിൽ നിന്ന് കാണാത്ത സ്നേഹം അനുഭവിക്കാൻ പറ്റുമോ? സ്നേഹമെന്ന് വെച്ചാൽ സ്നേഹിക്കാൻ ഒരാൾ വേണം. മക്കളെ, അങ്ങനെ പറയുന്നവരോട് എനിക്ക് തർക്കമില്ല. ഞാൻ പറയുന്ന വേറെയാ, കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ലോകത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സ്നേഹം അനുഭവിച്ചതിന്റെ തഴമ്പിന്നും മാറിയിട്ടില്ല. വേദനകളായിട്ടും നിരാശകളായിട്ടും വാർത്തകളായിട്ടും അതിന്നും മാറിയിട്ടില്ല തഴമ്പ്. അത് ലോകത്തിന്റെ സ്നേഹം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമോ സകലത്തെയും സകലത്തെയും പൊറുപ്പിക്കുന്നതും കവിയുന്നതുമാണ്. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു. താഴേക്ക് വായിക്കുമ്പോഴോ എന്താ പറയുന്നേ? നിങ്ങളോട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അടുത്ത ദൂത് ഞാൻ പറയുക. കർത്താവിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ഈ ആലോചന കൈമാറുക. ഞാൻ പ്രാർത്ഥിച്ച കാര്യമുണ്ടോ ബ്രദറെ? ഞാൻ ഉപവസിച്ചിട്ട് കാര്യമുണ്ടോ ബ്രദറെ? അല്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് കാര്യമുണ്ടോ ബ്രദറെ? ഞാൻ ഈ യേശുവിൽ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ ബ്രദറെ? എനിക്ക് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കാര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദിച്ചവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥിച്ച കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഉത്തരം അറിഞ്ഞൂടാ. മിസ്റ്റർ ദീപു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പോരെ? ഉത്തരായോ? ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, എന്നെ വിളിച്ച, ഞാൻ അനുഗമിക്കുന്ന എൻ്റെ ദൈവം കാര്യമുണ്ടോ കാര്യം ഇല്ലയോ എന്ന് പറയുന്ന മഷിയിട്ട് നോക്കുന്ന ആളല്ല, പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനം പറയുന്നത് കൊണ്ട് ഞാനും അത് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, സ്തോത്രം, അർത്ഥം ഇതല്ലേ? എനിക്ക് പറ്റുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ഞാൻ അവിടെ വായിച്ചില്ല. എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യും എന്ന പ്രവൃത്തി ഞാൻ അവിടെ വാക്യം ഞാൻ അവിടെ വായിച്ചില്ല.
ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ആ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. ഇന്ന് ആരുടെയൊക്കെ ലൈഫിൽ എവിഡന്റിക്കലി ചിലത് നടക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി എവിഡന്റിക്കലി ചില പ്രവൃത്തികൾ നടക്കും. ആമേൻ, 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 ആമേൻ. ഇപ്പോൾ ആർക്കൊക്കെ വിശ്വാസം വന്നു? ഇപ്പോൾ ആർക്കൊക്കെ വിശ്വാസം വന്നു? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. വാട്ട് ഈസ് പ്രവൃത്തി? പ്രവൃത്തി എന്നതിന് ഗ്രീക്ക് പദം എർഗോൺ എന്നാണ്. എർഗോൺ. പ്രവൃത്തി എന്ന വാക്കിന് എർഗോൺ എന്ന ഗ്രീക്ക് പദം കൊടുക്കുമ്പോൾ അവിടെ കേവലം ഒരു പ്രവൃത്തി എന്ന ഒരു വാക്ക് മാത്രമല്ല, അത് ആത്മീയമായ പ്രവൃത്തി എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? താങ്കൾ ഇന്നൊരു ആത്മീയമാകുന്ന വിഷയം മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാത്മീക വർധനവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. ആത്മീയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. സ്തോത്രം. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരാത്മീയമായ വളർച്ച മാത്രമല്ല, നമുക്ക് ഭൗതികമായ ചില വളർച്ചയും ആവശ്യമാണ്. കാരണം ഞാൻ ചിലതുമായി അസോസിയേറ്റഡ് ആണ്, ഞാൻ ചിലതുമായി കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങളൊരു ഫാമിലിയുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം, സഭയുമായി കമ്മിറ്റഡ് ആയിരിക്കാം, ഓഫീസുമായി കമ്മിറ്റഡ് ആയിരിക്കാം, നെയ്ബേഴ്സുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് കമ്മിറ്റഡ് ആണ്, വൈഫുമായിട്ട് കമ്മിറ്റഡ് ആണ്, മക്കളുമായിട്ട് കമ്മിറ്റഡ് ആണ്. അവിടെ ആ ഭൗതികമായ ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങൾക്കൊരിക്കലും ആത്മീയത കൊണ്ട് മാത്രം ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങളുടെ ഭൗതികമാകുന്ന ആവശ്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി കമ്മിറ്റഡ് ആയേ പറ്റൂ. ക്ലിയർ? സ്പിരിച്വലി കമ്മിറ്റഡ് ആയേ പറ്റൂ, ദൈവമായിട്ട് കമ്മിറ്റഡ് ആയേ പറ്റൂ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു നാളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. ഒന്നും എന്ന് പറഞ്ഞാൽ നത്തിങ്. Nothing will happen without our Lord. ദൈവത്തെ കൂടാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോ പ്രവൃത്തി എന്ന വാക്കിന് എർഗോൺ എന്ന ഗ്രീക്ക് പദം കൊടുത്തിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെയാണ്: ജോലി, പ്രവൃത്തി, പിന്നെ കർമ്മങ്ങൾ എന്നിങ്ങനെ പല നിലകളിൽ അതിനർത്ഥമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ജോലി, പ്രവൃത്തി, കർമ്മങ്ങൾ എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ 152 തവണ കൊടുത്തിട്ടുണ്ടെന്നാണ്. കർമ്മം എന്ന വാക്ക് 22 തവണ വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എർഗോൺ എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജോലി, പ്രവൃത്തി, കർമ്മങ്ങൾ എന്ന മീനിങ്ങിലാണ്. അതിൽ കർമ്മങ്ങൾ എന്നത് 22 തവണയും 152 തവണ ജോലി, പ്രവൃത്തി എന്ന വാക്കിനും എർഗോൺ എന്ന പദം കൊടുത്തിരിക്കുമ്പോൾ യേശു എർഗോൺ എന്ന വാക്ക് ഉപയോഗിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എർഗോൺ നിങ്ങളും ചെയ്യും. യേശുവിന്റെ കാര്യത്തിൽ യേശു IT കമ്പനിയിൽ ജോലി ചെയ്തില്ല. എന്നാൽ യേശു ആത്മീയ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. യേശുവിന്റെ ഒരു കർമ്മങ്ങളെപ്പോലും, യേശുവിന്റെ ഒരു പ്രവൃത്തികളെപ്പോലും, യേശുവിന്റെ ഒരു ഉദ്യമങ്ങളെപ്പോലും തടയാൻ ഈ ലോകത്തിൽ മനുഷ്യരായിട്ടുള്ളവർക്കോ സാത്താനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്ന താങ്കളുടെ പ്രവൃത്തിയെയും ഭൗതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന താങ്കളുടെ പ്രവൃത്തികളെയും താങ്കൾ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളെയും താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും തടയാൻ പോലും സ്വർഗം അനുവാദം കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ ആമേൻ ആമേൻ എന്ന് 2 വട്ടം ഉച്ചരിച്ച് നിങ്ങളോട് പറയുന്നു എന്ന് തുടങ്ങുന്നു എങ്കിൽ, മാന്യ സുഹൃത്തേ, ഇന്ന് ആത്മാവ് ചിലരോട് ആമേൻ 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 അതിശക്തമായി
ശക്തമായി ഇടപെട്ട് പറയുകയാണ്, ഇന്ന് വരെ ഈ സന്ദേശം കേൾക്കുന്നത് വരെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ജോലിയിൽ സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ജോലിയിൽ ഇളക്കം തട്ടിയിട്ടുണ്ടാകാം, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് അറിയിക്കുന്നു, വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു, ആമേൻ പറയാൻ ആവശ്യപ്പെടുന്നു. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ നീ കാണത്തില്ല. ഹല്ലേലൂയ. എർഗോൺ, ജോലി, കർമ്മങ്ങൾ, പ്രവൃത്തി. കേവലം ആത്മീയമായിട്ടുള്ള ഒരു എർഗോൺ അല്ല ഇവിടെ പറയുന്നത്. പത്രോസ് ശുശ്രൂഷ മാത്രമല്ല ചെയ്തിരുന്നേ. പത്രോസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ മീൻ പിടിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹം എല്ലാ ദിവസവും ബ്ലസ്സഡ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ട് ശൂന്യമായിപ്പോയി. എനിക്കറിയത്തില്ല, അതിന് മുന്നേ ഉള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഇതിനു മുന്നേ പടക് ശൂന്യമായിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ആകാതിരിക്കാൻ സാധ്യതയില്ല. ഇതിനു മുന്നേയൊക്കെ ശൂന്യമായിട്ടുണ്ടാകും. പക്ഷെ ഒരു ദിവസത്തെ ശൂന്യതയിൽ യേശു പടകിൽ കയറി. Come on, this is a prophecy. This is a prophecy for you. ഇതിനു മുന്നേ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിരാശ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ശൂന്യ പടക് കൊണ്ട് കരയിൽ നിർത്തിയിട്ടുണ്ടാകാം. കരഞ്ഞുകൊണ്ട് തൻ്റെ തോളിൽ കിടന്ന് തുവർത്തുകൊണ്ട് കണ്ണു തുടച്ച് ആ മനുഷ്യൻ വീട്ടിലേക്ക് നിരാശയോടെ നടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ഇന്നത്തെ നിരാശയിൽ, ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ ശൂന്യതയിൽ കർത്താവ് പടകി കയറി. ഇന്നലെ വരെ അവൻ കരഞ്ഞുകൊണ്ട് നടന്നുപോയത് കണ്ടതുകൊണ്ടാണോ ഇന്ന് പടകിൽ കയറിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. പത്രോസ് കരഞ്ഞതൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ടാവൂലേ? കർത്താവ് കണ്ടിട്ടുണ്ടാവും. കർത്താവ് ആദ്യമായിട്ടല്ലല്ലോ പത്രോസിനെ കാണുന്നേ. പത്രോസ് എന്ന വ്യക്തി ഷീമോൻ, ബെർയോന ഷീമോനെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ അപ്പന്റെ പേര് സഹിതം അറിയാവുന്ന യേശു കർത്താവിന് പത്രോസിനെ കടലിൽ വന്ന് കണ്ടുള്ള ആദ്യത്തെ ഹായ് ഫൈ പറയൊക്കെ അല്ലത്. ആദ്യത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുള്ള സുഖമാണോ അച്ഛൻ്റെ പേരെന്നാ ചോദിപ്പല്ലത്. അവൻ ഉണ്ടാകുന്നതിന് മുന്നേ എന്നല്ല, അവന്റെ അപ്പനുണ്ടാകുന്നതിന് മുന്നേ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവ് ഒരു ദിവസം അവന്റെ ശൂന്യതയെ സന്ദർശിച്ചില്ലേ? ഒരു ദിവസം അവന്റെ ശൂന്യതയെ സന്ദർശിച്ചില്ലേ? ഒരു ദിവസം അവന്റെ പടക് സന്ദർശിച്ചില്ലേ? പലനാൾ കരഞ്ഞ, പലനാൾ നിരാശപ്പെട്ട, പലനാൾ അവഗണിക്കപ്പെട്ട, പലനാൾ ഉത്തരം കിട്ടാതിരുന്ന നിന്റെ പടകിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ നിന്നെ മാത്രം നോക്കി എൻ്റെ യേശു ഒരു നാൾ വരികയില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുവല്ലോ. പലനാൾ ആ മനുഷ്യന്റെ പടക് ശൂന്യമായിട്ടുണ്ടാകാം. എല്ലാ ദിവസവും അയല കിട്ടിയില്ല, എല്ലാ ദിവസവും നെത്തോലി കിട്ടിയില്ല, എല്ലാ ദിവസവും നെമ്മീനും കിട്ടിയില്ല. ഒരു ദിവസം പലതും കിട്ടിയെങ്കിൽ ഒരു ദിവസം അവന് ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ദിവസം എൻ്റെ യേശു തൻ്റെ പടക് സന്ദർശിച്ച പോലെ എല്ലാ ദിവസവും നിനക്ക് കരച്ചിലല്ല, എല്ലാ ദിവസവും നിരാശയല്ല, എല്ലാ ദിവസവും ശൂന്യതയല്ല. ദൈവം നിന്റെ ജീവിതത്തിൽ വരുന്നൊരു ദിവസം അത് എന്നോ അല്ല, അത് ഇന്നാണെന്ന് വിശ്വസിക്കാൻ ആത്മാവ് ഉള്ളത്തിൽ പ്രേരണ തരുന്നെങ്കിൽ, ഈ ആലോചന ഹൃദയത്തിൽ തൊടുന്നെങ്കിൽ, ശരീരത്തെ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നെങ്കിൽ, ഈ സമയം ഒരു ആമേൻ പറഞ്ഞാൽ സ്വർഗത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങും. ആമേൻ. ആ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ യേശു ഇങ്ങനെ ബ്ലസ് ചെയ്തെങ്കിൽ, യേശു ഇങ്ങനെ മാറ്റിയെങ്കിൽ, യേശു ഈ നിലകളിൽ ആ പടകിനകത്തൊരു അത്ഭുതം സൃഷ്ടിച്ചെങ്കിൽ, ഞാൻ അത്ഭുതത്തെക്കുറിച്ച് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതല്ല, ഞാൻ കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അത്ഭുതങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. അത്ഭുതം നടന്നോളും. എൻ്റെ പ്രസംഗങ്ങളിൽ യേശുവിൻ്റെ പ്രവൃത്തിയെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പ്രവൃത്തിയാണ് എനിക്ക് പറയുന്നത് ഇഷ്ടം. അത്ഭുതം ഇറ്റ് വിൽ ഹാപ്പൻ, അത് നടന്നോളും. യേശുവിനെ വിശ്വസിക്കുമ്പോൾ നടക്കും. എനിക്ക് അത്ഭുതം ഹൈലൈറ്റ് ചെയ്യണ്ട. അത് ഓരോരുത്തർ വിശ്വസിച്ചുകൊണ്ട് നടന്നതാ. അത് ഓരോരുത്തർ വിശ്വസിച്ചുകൊണ്ട് നടന്നതാ. ഹല്ലേലൂയ.
അത് ഓരോരുത്തർ വിശ്വസിച്ചുകൊണ്ട് നടന്നത് അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ ഇങ്ങനെ അള്ളിപ്പിടിക്കണ്ട. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്. എനിക്കിഷ്ടം അങ്ങനെ, അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. അതേ യേശുവും പറഞ്ഞുള്ളൂ, അത്രേ കർത്താവും പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, മക്കളെ, ആ പ്രവൃത്തി അത്ഭുതങ്ങളായി മാറുന്നത് അതെൻ്റെ ഫെയ്ത്ത് കൊണ്ടാണ്. ഞാൻ വിശ്വസിച്ചില്ലെങ്കിലോ, ഞാൻ സർവേ കല്ല് പോലെ ഇരുന്നാലോ, ചില സഭയിലൊക്കെ പോയാൽ ഞാൻ സർവേ കല്ല് പോലെ ഇരുന്നാലോ, ഞാൻ 100 വർഷം പാരമ്പര്യമുള്ള സഭയിലുള്ള ആളാ, ഞാൻ 25 വർഷം കൊണ്ട് വിശ്വാസത്തിൽ ഇറങ്ങിയതാ, അതുകൊണ്ട് ഇയാളുടെ ഒന്നും എന്നെ തൊടുന്നില്ല, എന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇരുന്നാലോ ഒന്നും നടക്കൂല. എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ, ചെവി കേട്ടുകൂടാത്തവനാണെങ്കിൽ അത്ഭുതം നടക്കും. മനസ്സിലായോ? കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കാനേ ചെവി കേൾക്കണമെന്നില്ല എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബധിരന്റെ കാത് തുറന്നില്ലേ? ബധിരന്റെ കാത് തുറന്ന് എന്താ കാര്യം? ചെവി കേൾക്കാത്തവനും വിശ്വസിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. ലാന്നോ അല്ലയോ? അല്ല കർത്താവ് ചെവിക്കകത്ത് ചെന്ന് വലിച്ചു കീറി പറഞ്ഞോ? എന്ന് പറഞ്ഞില്ല. അവനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, കണ്ട മാത്രയിൽ ഇവന് എൻ്റെ കാത് തുറക്കാൻ പറ്റും. യേശു അടുത്തു വന്നു എന്ന് സെൻസ് ചെയ്തപ്പോൾ അന്ധന് ഇവൻ എൻ്റെ കണ്ണ് തുറക്കാൻ കഴിയും. അത് പ്രവൃത്തിയിലുള്ള വിശ്വാസ. പൗലോസും അത് തന്നെ പറഞ്ഞ, പ്രവൃത്തിയില്ലാത്ത സ്നേഹം വ്യാജം. പ്രവൃത്തിയില്ലാതെ ചിലർ 100 വലിയ വീരവാദം അടിക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കർത്താവിന് വേണ്ടി അത് ചെയ്യും, ഇത് ചെയ്യും. ഒന്നും ചെയ്യൂല. ജീവിതം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. 100 അടിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞ എന്നാന്നറിയാമോ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അതൊക്കെ തന്നെ. സ്തോത്രം. പണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, നിന്റെ വാക്കും റേഷൻ കടയിലെ ചാക്ക് ഒരുപോലെ. ഞങ്ങൾ കുഞ്ഞിലെ പറയും, തമാശക്ക് പിള്ളേരോട് പറയും, എടാ ഞാൻ നാളെ വരുമ്പോൾ ഞാൻ അത് ചെയ്യുവാടാ, ഞാൻ കൊണ്ടുവരുവാടാ. ഞാൻ പറയും, പിന്നെ നിന്റെ വാക്കും റേഷൻ കടയിലെ ചാക്കും ഒരുപോലാന്ന്. ഇത് സപ്ലൈക്കോ കേട്ടിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ റേഷൻ കടയിലെ ചാക്ക് ഒന്നാം തരം ക്വാളിറ്റിയാ. എന്നിട്ട് മനുഷ്യന്റെ വാക്കിന് വിലയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റേഷൻ കട, സപ്ലൈക്കോ പോലും കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. സപ്ലൈക്കോയിൽ പോലും കാര്യങ്ങൾ വ്യത്യാസം വന്നു. റേഷൻ കടയിൽ പോലും ചാക്കിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നു. മനുഷ്യന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരണം. കാരണം റേഷൻ കടയിലെ ചാക്ക് സുവിശേഷം കേട്ടില്ല, റേഷൻ കട സുവിശേഷം കേട്ടില്ല. പക്ഷെ ഞാൻ സുവിശേഷം കേട്ടു. എനിക്ക് വ്യത്യാസം വന്നേ പറ്റൂ. അതിനാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പോൾ യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രവൃത്തി എന്ന വാക്ക്, എർഗോൺ എന്ന പദം ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ. നമുക്ക് ഇന്ന് ഇത്രയും മതി. എർഗോൺ എന്ന പദം കേവലം അതൊരു പ്രവൃത്തി എന്ന വാക്കിനെ കുറിക്കാൻ മാത്രമല്ല, ജോലി എന്ന വാക്കിനെ കുറിക്കാൻ, കർമ്മങ്ങൾ എന്ന വാക്കിനെ കുറിക്കാനും കൂടെ എർഗോൺ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും. എന്നെ അതിന് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയേ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഞാൻ അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പ്രവൃത്തി എന്ന് പറഞ്ഞ കർത്താവ് ചെയ്തു തരും എന്ന ലെവലിലെത്തി. ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞ കർത്താവ് ചെയ്തു തരും എന്ന വാക്കിലേക്ക് എത്തി. ഓ മൈ ഗാഡ്, ഇതും ഒരു ദൈവികാലോചനയാണ്. ഈ ലോകത്തിൽ ആരൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരാന്ന് പറഞ്ഞാലും, ആരൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ,
ദൈവം പറഞ്ഞ വാക്കിന് വ്യത്യാസമില്ല. പലരും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഉറപ്പ് തന്നു, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ പുറകിലുണ്ട്, നീ മുമ്പേ പൊക്കോ, അപ്പൊ പുറകിൽ നിന്ന് ഞാൻ മാറിയാലും നീ കാണത്തില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. ഞാനിതൊക്കെ കുറെ കണ്ടതാണ്, നമ്മളിതൊക്കെ കുറെ കണ്ടതല്ലേ. നീ ധൈര്യമായിട്ട് മുമ്പിൽ പൊയ്ക്കോ, പുറകിൽ ഞാനുണ്ട്. തിരിഞ്ഞു നോക്കും, സത്യകാര്യം പുള്ളി പുറകിൽ, ഞാൻ മുമ്പേ പോകാൻ പറഞ്ഞ എന്നെ അവൻ പുറകിൽ നിന്ന് മാറിയത് അറിയാതിരിക്കാനാ. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാവോ? ഞാൻ മുന്നേ പോവാന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുൻപായി. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നീ പല ദുർഘടങ്ങൾ കണ്ട വ്യക്തിയാ. നിങ്ങളുടെ ജീവിതത്തിൽ പല ദുർഘടങ്ങൾ കണ്ട വ്യക്തിയാ. അതുകൊണ്ടാണ് കർത്താവ് താങ്കളോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, നമ്മളോട് പറഞ്ഞത്, ഞാൻ നിന്റെ മുൻപേ, ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെല്ലും, ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെല്ലും. ഇന്ന് ആരുടെയൊക്കെയോ മുൻപിൽ ഏതൊക്കെയോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് യാത്ര തിരിച്ചിരിക്കുന്ന, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട, ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, ചില വഴികളിലൂടെ കടന്നു പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മുൻപേ കടന്നു പോകാൻ, നിന്റെ മുൻപേ കടന്നു പോകാൻ. നിനക്കൊരു സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ചെന്ന് നോക്കാൻ ആരുമില്ലെങ്കിലും യേശുവിന്റെ ആത്മാവ് ഇന്ന് ആരോടോ പറയുന്നു, ദൈവം നിനക്ക് മുൻപേ കടന്നു പോകാൻ ഇന്ന് സജ്ജമാണ്. ആമേൻ. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ശാബ്ദേ ഹരകതലബോ ഹേദിയാം ശിനോദിയാം. ദൈവം കടന്നു പോകും കേട്ടോ. ദൈവം നിനക്ക് മുൻപേ കടന്നു പോകും. നിന്റെ മുൻപിലുള്ള സകല ദുർഘടങ്ങളെയും നിരപ്പാക്കത്തക്ക നിലയിൽ അവൻ സഞ്ചരിക്കും. നിന്റെ മുൻപും പിൻപും അവൻ അടയ്ക്കും. ദൈവത്തിന്റെ വചന, നീ മുമ്പേ പൊക്കോ ഞാൻ പുറകെ ഉണ്ടെന്ന് പറയുന്ന ദൈവം അല്ല. നിന്റെ മുൻപും പിൻപും അടച്ച് സുരക്ഷിതമായി നിന്നെ എത്തേണ്ടടുത്ത് എത്തിച്ച്, ചെയ്യേണ്ട പ്രവൃത്തികൾ നിന്നെ കൊണ്ട് ചെയ്യിച്ച്, തെളിയേണ്ട കാര്യങ്ങൾ നിനക്ക് വേണ്ടി തെളിയിച്ച്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നിനക്ക് വേണ്ടി നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിന്നെ സുരക്ഷിതമായി നടത്തുന്ന ഒരു ദൈവമാണ്. ആമേൻ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്റെ കർത്താവ് ആരോടൊക്കെയോ പറയുന്നു, ചോദിച്ച് മടുത്തിട്ടില്ലെങ്കിൽ, ചോദിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളൊന്ന് അടച്ചേ, ദൈവത്തോടൊന്ന് ചോദിച്ചേ, പിതാവേ, ഈ സന്ദേശം അങ്ങ് എന്നോടല്ലേ പറഞ്ഞത്? ഈ ദൂത് എനിക്ക് വേണ്ടിയല്ലേ? എത്ര പേരുണ്ട് ഈ ദൈവശബ്ദത്തിനൊരു ആമേൻ പറഞ്ഞു? നീ മടുത്തു പോയില്ല എന്നുണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഈ സമയം നിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ടാകാം. പ്രതീക്ഷിക്കാനൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് വഴുതി പോകുമോ എന്ന് വരെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, നീ നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം എർഗോൺ, പ്രവൃത്തി ചെയ്യുന്നവൻ, ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്കുന്നൊരു ദൈവമാണ്, കാണുന്നൊരു ദൈവമാണ്, അറിയുന്നൊരു ദൈവമാണ്, മനസ്സിലാക്കുന്നൊരു ദൈവമാണ്, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. കമാൺ ശലമഹസിയ. ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കിയേ, ആ മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രമാക്കിയേ, ആ ചിന്തയൊക്കെ ഒന്ന് ഏകാഗ്രമാക്കിയേ. കമാൺ ശൽബറഹസി. യേശു നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം യേശു നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. നീ രോഗത്തിനകത്താണെങ്കിലും, നീ ശാപത്തിനകത്താണെങ്കിലും, നീ പാപത്തിനകത്താണെങ്കിലും, യേശു നിന്നെ രൂപാന്തരപ്പെടുത്താൻ.
Yavashiendero Sikediam Tenazi Sideradil Kiandune Shikhadearthene. ആ വായികൾ തുറന്നൊന്ന് സ്തുതിച്ച് എല്ലാ ദൈവമക്കളും അധരങ്ങളൊന്ന് തുറന്ന് Sikelviam Tunaho Saborthina Hadibo Liadviam Shide Zigedena Razo Sikel Barvizo Shidel Vidanaze Zagargos Binazi. യേശുവേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അരികിലേക്ക് കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കൂടാരങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അത്യത്ഭുതമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. നിന്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും എന്തിനിറങ്ങിയാലും തടസ്സം, എന്തിനിറങ്ങിയാലും പ്രശ്നം, ആ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുന്നു. ആ അവസ്ഥകൾക്ക് സ്വർഗം വ്യത്യാസം വരുത്തുന്നു. ആ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുന്നു. ഓ, നിന്റെ പ്രവർത്തികൾ ഇന്നലെ വരെ പരാജയമായിരുന്നിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രവർത്തികൾ പരാജയമായിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് എന്നും ഇന്നലകളല്ല, എന്നും ആവർത്തനങ്ങളല്ല. നിന്റെ പ്രവൃത്തികൾക്കകത്തൊരു വലിയ മാറ്റം തരുവാൻ, നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ, മാനിക്കുവാൻ, ചിലരുടെ മുമ്പിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിർത്തുവാൻ, ചിലരുടെ മുമ്പിലൊക്കെ സത്യത്തെ തെളിയിക്കുവാൻ ദൈവം മതിയായവനാണ്. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. കമോൺ, ദൈവം ആരോടൊക്കെയോ ഈ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാംധന റഗാൽ ഖർമാന ആന്തർനബോഷിയ ഉടകാരികാധര ലബാർഖദനഗെ ബൗഠിനിസിയാന. കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ജനത്തോട് സംസാരിച്ചതിനായി നന്ദി. സ്വർഗമേ, നിരവധി ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഈ കുടുംബങ്ങളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ പ്രവൃത്തി എർഗോൺ, ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും സാധ്യമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഈ ജനത്തെ നിറഞ്ഞ മനസ്സോടെ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ആരോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എങ്ങനെ സംഭവിക്കും? വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്നവർ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊള്ളുക. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ദൈവം വലിയ കാര്യങ്ങൾ ഈ ജനത്തിനായി ചെയ്തിരിക്കയാൽ നന്ദി. ഞാൻ എല്ലാ മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും ഒരു ആമേൻ പറഞ്ഞ കേൾക്കട്ടെ. ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമ്മുടെ ഈ മീറ്റിംഗ് ഓൺലൈനായിട്ട് ഈ ചാനലിൽ നടക്കുന്നുണ്ട്. രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും ഉണ്ട്. 2 നേരം ദൈവത്തിൻ്റെ വചനം ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് വലിയ അനുഗ്രഹവും ആശ്വാസവും ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഞങ്ങളുടെ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് നിങ്ങൾ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കാമെങ്കിൽ, വാട്സാപ്പ് ഉണ്ട് ഈ നമ്പറിൽ, വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ചുരുക്കമായ വോയിസ് ക്ലിപ്പായിട്ട് അയക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം ഒത്തിരി മെസ്സേജ് വരുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം പെട്ടെന്ന് നോട്ട് ചെയ്യാൻ എളുപ്പം ഷോർട്ടായിട്ട് നിങ്ങൾ അയക്കുന്നതായിരിക്കും. അത്യാവശ്യ കോൾസ് നിങ്ങൾ വിളിച്ചും പ്രൈസ് ഗോഡ്, നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം തേടാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.